ഹൗ ടു റെഡ്യൂസ് വെയിറ്റ് അല്ലെ, നമ്മളെ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. നമുക്ക് അറിയാം, അതായത് വെയിറ്റ് ആണ് നമ്മുടെ തടിയാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് അല്ലെ. രോഗങ്ങളെ ലിസ്റ്റൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതായത് ഖുർആനും ഹദീസും സ്വർഗങ്ങളും ഈമാനും തഖ്വയും പിന്നെ എന്താണ് തഖ്വയും തവക്കുലും ഒക്കെ പറയുന്ന ഈ ക്ലാസ്സിൽ എന്താണ് പിന്നെ വെയിറ്റ് ലോസിന് സ്ഥാനം, അതായത് ഒബീസിറ്റിക്ക് എന്ത് കാര്യം എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം അല്ലെ. അതായത് പൂച്ചക്ക് എന്താ പൊന്നു നോക്കുന്നിടത്ത് എന്ന പോലെ അല്ലെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് തന്നെ ഹെൽത്തി വെൽത്തി ടു ജന്നാണ്. അതായത് ഹെൽത്തും വെൽത്തും രണ്ടും അത്യാവശ്യം അല്ലെ. വെൽത്ത് വേണം നമുക്ക് ധർമ്മം ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സദഖ ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ നമുക്ക് വെൽത്ത് വേണം. അതിലേറെ ഇമ്പോർട്ടന്റ് ആണ് അതായത് പിന്നെ ഹെൽത്ത് അല്ലെ. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അമലുകൾ ചെയ്യാൻ പറ്റൂ. എപ്പോഴും രോഗം എന്ന് പറഞ്ഞു നിന്നാല് ആ രോഗിക്ക് മരുന്ന് കുടിക്കാനും വേണം ക്യാഷ് അല്ലെ. അപ്പൊ എന്ത് നോക്കിയാലും ഇതുവരെ രണ്ടുപേരും ഭയങ്കര റിലേറ്റഡ് ആണെന്ന് വേണം, ഭയങ്കര വലിയ റിലേറ്റീവ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേരും ഹെൽത്തി വെൽത്തി ടു ജന്നാണ്. അപ്പം വെച്ചാൽ ഈ ഗ്രൂപ്പ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 തരത്തിലുള്ള ഡയറ്റുകളാണ് നാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്കെല്ലാം അറിയാം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഉള്ള ഒരു വിഷമം എന്താന്ന് വെച്ചാല് ഈ ഡയറ്റ് അങ്ങ് ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അല്ലെ. അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, കല്യാണപ്പുരേ പോകാൻ പാടില്ല, തലേ ദിവസം രാത്രി പിന്നെ കല്യാണം വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റൂല, രാത്രി അധികം നമ്മള് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് ഞായറാഴ്ച രാത്രിയൊക്കെ നമ്മൾ ഹോട്ടലിലൊന്നും പോവാ അല്ലെ. ഹോട്ടലൊക്കെ നമുക്ക് അത് ഹലാലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ല, അതൊക്കെ ആവശ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ സഡൻഡറി ലൈഫ് സ്റ്റൈലിൽ അതൊക്കെ ഒരു ഹോബി ആയിട്ട് മാറിയിരിക്കുക. അപ്പൊ പോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, രാത്രിയുള്ള പാർട്ടികളിൽ പങ്കെടുക്കാൻ പറ്റൂല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളൊക്കെ ഡയറ്റിന് എന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യുന്നില്ലേ. ഡയറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അതൊന്നും പറ്റൂല. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ട്, അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു സ്പെഷ്യൽ 3 ഡയറ്റുകളാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 തരം ഡയറ്റുകൾ. അതായത് പിന്നെ ഒന്ന് അത് വെയിറ്റ് ലോസ് ഡയറ്റ്, അതായത് നമ്മളെ ബോഡി വെയിറ്റ് അങ്ങനെ കുറയ്ക്കാന്നുള്ളത്. അത് മറ്റേ ഇതിലൂടെ ഇതുണ്ടല്ലോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈപ്പ്. പിന്നെ ഒന്ന് നമ്മള് പിന്നെ ഇതുപോലെ നോമ്പ് പിടിച്ചിട്ട് ഫാസ്റ്റിംഗ് ത്രൂ പിന്നെ വെയിറ്റ് ലോസ്, അതായത് നോമ്പിലൂടെ എങ്ങനെ. സാധാരണ നമുക്കറിയാം നമ്മളൊക്കെ നോമ്പ് എടുത്താൽ എപ്പോഴും വെയിറ്റ് കൂടല. പക്ഷെ അതൊരു പ്രത്യേക ടേംസിലൂടെ നോമ്പ് എടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തന്നെ ഒരു ഫോം ചെയ്തെടുത്തൊരു സ്പെഷ്യൽ ഡയറ്റ് ആണ്. പിന്നെ വേറൊരു ഡയറ്റ് എന്താന്ന് വെച്ചാല് ഷുഗർ കട്ട് ഡയറ്റ്. ഇതിന് 3നും എന്താ വെച്ചാല് അതിന്റെ പിന്നെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അല്ലെ. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്കതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ അതോടുകൂടെയാണ് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അല്ലാഹ് ഈസ് വെരി വെരി ബോദർ ഇൻ അവർ ഹെൽത്ത് ടോപ്പിക് അല്ലെ. അള്ളാഹു നമ്മളെ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര ബോധറാണ് അല്ലെ. എപ്പോൾ ഹെൽത്തിനെ കുറിച്ച് അള്ളാഹു ഏതോ കാലം, അതായത് 1400 വർഷം മുമ്പേ ഖുർആൻ എന്ന് പറയുന്ന അതിന്റെ മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് അല്ലെ. അന്നൊന്നും ഇതുപോലത്തെ ഫുഡ് ഡിന്നർ പാർട്ടികളോ ബുഫേ ഡിന്നറുകളോ 101 തരം പുഡിങ്ങുകളോ കസ്റ്റാർഡുകളോ അങ്ങനത്തെ ഒരു ജാതി സാധനങ്ങളും ഇല്ലാത്തൊരു കാലത്ത് അള്ളാഹു ഇതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല പട്ടിണിയും പരിവട്ടവുമായ ജനങ്ങളിലേക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പലപ്പോഴും വിഷമിക്കുന്നത് കാണാം. നല്ല ഭക്ഷണം കാണും, നമ്മളെ നബി ഒരു നേരം വയറു നിറച്ചുണ്ടിട്ടില്ലാലോ എന്നല്ലേ. അത്രയും പിന്നെ വിശപ്പും വൈദാഹവും ഒക്കെ ഉള്ള ഒരു കാലത്ത് ഇറങ്ങിയ ഖുർആൻ ആണെങ്കിൽ പോലും അള്ളാഹു നമ്മളെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭക്ഷണത്തിന്റെ ആധിക്യം മൂലം ഉമ്മത്തിനെ പരീക്ഷിപ്പിക്കപ്പെടുമെന്നും ഈ പരീക്ഷണത്തിന് കണക്കായ ആയത്തും അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ വിട്ടുപോയില്ല അല്ലെ. കൂലു വഷ്റബു വലാ തുസ്രിഫു അല്ലെ. തിന്നോളൂ കുടിച്ചോളൂ, ബട്ട് നിങ്ങൾ എന്താക്കരുത്, ദൂർത്തടിക്കരുത് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം തന്നെ അതല്ല, നമ്മളെ ഇന്നത്തെ കാലഘട്ടം തന്നെ അതാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഇപ്പൊ അതിനെതിരായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മൾ ശത്രുക്കളാവും അല്ലെ. പക്ഷെ നമ്മൾ ആക്ട് ചെയ്യാം അല്ലെ. അതിന് ഒരുപാട് ഫുഡിനെ കുറിച്ചും വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് മാറി നിന്നിട്ട് നമ്മളെ ഹെൽത്തിനെ നമ്മളൊന്ന് പിന്നെ
കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ അടുത്തുനിന്ന് പിന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കുട്ടിക്ക് എന്തോ ഒരു ചെറിയ ഡിസീസ് കാരണമാണ് അവർ പറഞ്ഞത്, അസുഖത്തിന്. അതിനെ ബേബിയിൽ അഡ്മിറ്റ് ചെയ്തു, ഭയങ്കര ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. ഡോക്ടർമാർ എന്തോ ഒരു ഇഷ്യൂ ആണ് പറഞ്ഞില്ല, എത്ര 14 ലക്ഷം റുപ്യ ഈ ഒരു മാസം കൊണ്ട് നടന്നു. പക്ഷെ കുട്ടിക്ക് ഒരു മാറ്റമില്ല. ഇനിയിപ്പോ അതിന് ഫേർദർ ചികിത്സക്ക് അവര് വേറെ ഏതോ സ്ഥലത്തേക്ക് അതിനും നല്ല ട്രീറ്റ്മെന്റ് തെരഞ്ഞു പോവുക അല്ലെ. അതാണ് കാലഘട്ടം അല്ലെ. എപ്പോഴാ എന്താ വരിക, എങ്ങനാ വീണൂടാ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള 30 മുതൽ 45 വയസ്സ് വരെയുള്ള നല്ല കട്ടിച്ച പൊട്ടാത്ത ചുവന്ന് തുടുത്ത നല്ല നല്ല ആരോഗ്യമുള്ള ആണുങ്ങളൊക്കെ അങ്ങനെ വീണ് മരിച്ചു പോകുക അല്ലെ. ഒരു ഹൈ ഷുഗറും പ്രഷറും പിന്നെ പെട്ടെന്ന് കിടന്ന് മൂത്രമൊഴിച്ചും ഒക്കെ ബെഡിൽ കിടക്കുന്നവർ ഇങ്ങനെ കിടക്കുക, അങ്ങനത്തെ ചെറുപ്പക്കാര് മരിച്ചു. അതാണ് ഇപ്പോഴത്തെ ന്യൂജൻ ട്രെൻഡ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ശരിക്കും നമ്മളൊന്ന് ബോധരാവേണ്ട കാര്യം ഏറ്റവും അത്യാവശ്യമാണ് അല്ലെ. ഈ ആയത്ത് തന്നെ മതി നമുക്ക് അല്ലെ. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ ദൂർത്ത് കാണിക്കരുത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല ഭക്ഷണ മര്യാദകൾക്കൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തന്നു. അതായത് നമ്മുടെ വയറിനെ 3-1 ആക്കിയിട്ട് 30% എന്താണ് വെള്ളം, 35% വായു, അതിൽ 35 പിന്നെ ഭക്ഷണം, ആ ഒരു രീതിയിൽ കഴിക്കാൻ. അതായത് ഒരിക്കലും വയറ് നിറച്ച് ഉണ്ണരുത് അല്ലേ. കുറച്ച് സ്ഥലം വെള്ളത്തിനും വായുവിനും ഒക്കെ വേണ്ടി പിന്നെ വെക്കുക എന്ന്. അതുപോലെ തന്നെ മോഡേൺ ലൈഫ് സ്റ്റൈൽ, അടിച്ചുപൊളി ലൈഫ് സ്റ്റൈല്, സഡൻഡറി ലൈഫ് സ്റ്റൈല്, നമ്മൾ ഇതൊക്കെ മറന്നു പോയിക്കണല്ലേ. അള്ളാഹുവിന്റെ ബൗണ്ടറീസ് അല്ലെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അതായത് അതിന് അള്ളാഹു ഒരു ഓമനപ്പേര് വിട്ട് വിളിക്കുക തിൽക്ക ഹുദൂദ് അള്ളാഹ്. പല കാര്യങ്ങളിലും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെട്ടു, ഇതാണ് അള്ളാഹിന്റെ അതിർവരമ്പുകൾ അല്ലെ. നമ്മൾ ഇതൊക്കെ ഞാനീ പറയുന്ന ഞാനടക്കം അതൊക്കെ ഭേദിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണ് അല്ലെ. ഏകദേശം എക്സാക്ട് 90% രോഗങ്ങളും തന്നെ ഭക്ഷണത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാം. അതായത് ബിക്കോസ് നമുക്കറിയാം യോഗവും ധ്യാനവും ഒക്കെ ആയിട്ട് കൂടുന്ന കുറെ സന്യാസി സമൂഹങ്ങളുണ്ട് അല്ലെ. അവര് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് പുലർച്ചെ 4 മണിന്റെ മുമ്പേ, അവര് പറയുന്ന സന്യാസി സമൂഹം പറയുന്നത് വെച്ചാൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരാണ്. ആ സമയത്ത് എണീച്ച് ശരിക്കുള്ള വായു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ശ്വസിച്ച് ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കില്ല. അഥവാ കഴിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ളത് പിന്നെ ഫ്രൂട്ട്സോ പച്ചക്കറിയോ മാത്രം, ധാന്യങ്ങളൊക്കെ വളരെ കുറവ്. ആക്ച്വലി അവരാണോ പ്രവാചകനെ അനുസരിക്കുന്നത് എന്ന് തോന്നിപ്പോവും അല്ലെ. നമ്മുടെ ഇന്നത്തെ കുട്ടികളും ഇന്നത്തെ ന്യൂജൻ ആണുങ്ങളും ഒരുപാട് ആളുകളും തന്നെ രാത്രി കുറെ മൊബൈൽ കളിച്ച് രാവിലെ ഏറെ സമയം കിടന്നുറങ്ങുന്നവരാണല്ലേ. അവരൊന്നും ഈ ക്ലാസ് കേൾക്കായിട്ടല്ല, എല്ലാ ആഴ്ചയും ജുമാ കുത്തുബകളിൽ ഇതൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ. എന്നിട്ടും അവരിങ്ങനെ കിടന്നുറങ്ങുന്നു. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, ഇവര് പുലർച്ചെ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അവർക്ക് ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് അതിനെ ആരാധിച്ച ശേഷം അവരവരുടേതായ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ തിരിട്ട് തെരഞ്ഞ ഈ ജാതി ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവരുണ്ടാകാറില്ല. നമുക്ക് മനസ്സിലാക്കാം രോഗം എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് തന്നെയാണ്. കാരണം അവര് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ഈ ടൈപ്പ് ആളുകളെ കാണാറില്ല. പിന്നെ നമ്മോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പുലർച്ചെ 2 മണിക്ക് ശേഷം എഴുന്നേൽക്കാനും പ്രാർത്ഥിക്കാനും പിന്നെ ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ അല്ലെ. പക്ഷെ അവരാണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലെ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അങ്ങനത്തെ ആളുകളെ കാണലുണ്ടോ? ഇല്ല, അവരെ കാണൂല. കാരണം അവരെ ഡൈജഷൻ സിസ്റ്റം ഒക്കെ അത്രക്ക് പ്രോപ്പർ ആണെന്ന് വേണം പറയാൻ. പിന്നെ ഇത് 3 തരം ഡയറ്റുകളെ പറഞ്ഞല്ലോ അല്ലെ. ഒന്ന് ഫാസ്റ്റിംഗ് ഡയറ്റ്, അതായത് ഫാസ്റ്റിംഗ് ഡയറ്റ് എന്ന് പറയുന്നത് നോമ്പ്. പക്ഷെ നമ്മൾ നോമ്പിന്റെ ഉദ്ദേശത്തിൽ നോമ്പ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം പൊരുത്തവും മാത്രം പ്രതീക്ഷിച്ച് തന്നെ പിടിക്കേണ്ട ഒരു കാര്യം, അത് അങ്ങനെ തന്നെ പിടിക്കാം. പക്ഷെ ഭക്ഷണ സ്റ്റൈലിൽ ലേശം ഒരു അയവ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗതിയിൽ റമളാൻ മാസത്തിലെ നോമ്പോ മറ്റേതെങ്കിലും സുന്നത്ത് ഹജ്ജ് മാസത്തിലതോ അതോ മുഹറത്തിലൊക്കെ നോമ്പാണെങ്കിൽ നമ്മൾ ഒരുപാടായിട്ട് ആഘോഷിക്കുന്നു, നല്ലോണം ഭക്ഷണം ഉണ്ടാക്കി നോമ്പ് പിടിക്കും അല്ലെ. അപ്പൊ ഒരു വെയിറ്റ് കൂടുതലാണ്ട് കുറയില്ല. ഒന്നാമത് രാത്രി ഫുഡ് കഴിച്ചാൽ വെയിറ്റ് കൂടുക ചെയ്തത്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് അല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു വെയിറ്റ് ലോസ് എന്താന്ന് വെച്ചാൽ ഷുഗർ കട്ട് പിന്നെ വെയിറ്റ് ലോസ് ആണ്. ഷുഗർ കട്ട് വെയിറ്റ് ലോസ് ഭയങ്കര എഫക്റ്റീവ് ആണ്. പക്ഷെ അത് ഷുഗർ പേഷ്യൻസ് ചെയ്യുമ്പോൾ ഒരുപാട് കെയർ ചെയ്യേണ്ട, അല്ലാത്തവർക്ക് നോർമൽ ആളുകൾക്ക് അതൊക്കെ. പിന്നെ 3ാമത്തെ ഡയറ്റ് ഇതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്.
ഈ 3 ഡയറ്റിന്റെയും ഒരു മാജിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ 3 ഡയറ്റിനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം അല്ലെ. ഇറച്ചി കൂട്ടണ്ട, മീൻ കൂട്ടണ്ട, വെളിച്ചെണ്ണ പാടില്ല, പിന്നെ ചിക്കൻ പാടില്ല, അല്ലെങ്കിൽ അരി പാടില്ല, ഗോതമ്പ് പാടില്ല, അങ്ങനത്തേതായ യാതൊരു ബൗണ്ടറീസും ഇല്ല. അങ്ങനെ ഒന്നും തിന്നുന്നതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ തിന്നുന്നതിനൊക്കെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു, അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് മാത്രം. യു ക്യാൻ ഈറ്റ് വാട്ട് എവർ യു ലൈക്ക് അല്ലെ. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇതിലൊന്നും പ്രോഹിബിറ്റഡ് ഇല്ല. അത് പാടില്ല, ഇത് പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതാണ് ഏറ്റവും എൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. അതായത് നമ്മളൊക്കെ പലപ്പോഴും ഡയറ്റ് ചെയ്യാൻ മടിക്കുന്നതും അതാ. 2 കാരണങ്ങളാണ്. ഒന്ന് എക്സസൈസും, ഒന്ന് ഫുഡിന്റെ കൺട്രോളും. ഇത് 2 കൺട്രോൾ ഉണ്ട്, പക്ഷെ നമുക്കെല്ലാം കഴിക്കാം. ഇത് എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല, അതായത് ഡയറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചിലർക്കാണ് വയറ് പട്ടിണി കിടന്ന് വിശന്നൊക്കെ പിന്നെ ഡയറ്റ് ചെയ്യും, എന്നിട്ട് 10 കിലോ 50 കിലോ ഒക്കെ കുറയ്ക്കും. എക്സസൈസ് ഒരു അംശം പോലും ചെയ്യില്ല. അങ്ങനെ ആയാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ ഒരു മാസം ഡയറ്റ് ചെയ്ത് ഇത്രയും വെയിറ്റ് കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഫുഡ് കവിങ് വരാനുണ്ട്. ഭയങ്കര ആർത്തി ഫുഡിനോട്. ആ കവിങ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താക്കും, പിന്നെ നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ആവും. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കുറേ ദിവസം ഒരു ഭക്ഷണവും കാണാണ്ടും തിന്നാണ്ടും ഒക്കെ വളരെ ആർത്തിയോടുകൂടി ഇരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫുഡുകളൊന്നും പിന്നെ കഴിക്കണ്ടെന്ന് പറയാത്തതിന്റെ കാരണം അതാണ്. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഏത് ഏജിലുകാർക്കും പറ്റിയ എക്സസൈസുകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് ഏജുകാർക്കും അല്ലെ. ഏത് ഊരവേദന ഉള്ളവർക്കും കാലുവേദന ഉള്ളവർക്കൊക്കെ ഓരോരുത്തർക്കും പറ്റിയ ടൈപ്സ് എക്സസൈസ് അവൈലബിൾ. കഴിയെങ്കിൽ ഫാൻ ഓഫ് ആക്കി നന്നായി വിയർക്കുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂറാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാവിലെ ചായ കാച്ചണ്ടേ, ഇശ്റാക്ക് നമസ്കരിക്കണ്ടേ, ആണുങ്ങൾക്ക് പോകണ്ടേ, ഒക്കെ അവരൊക്കെ പോയിക്കോട്ടെ, ചായ കാച്ചിക്കോട്ടെ. ഒരു 9 മണി 10 മണി കഴിഞ്ഞ എല്ലാ ലേഡീസും ഫ്രീ ആണല്ലോ അല്ലെ. എല്ലാവരും ഫ്രീ ആ. വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്, കൈകൊണ്ട് അലക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, റമദാൻ മാസത്തിൽ നമ്മൾ വിചാരിക്കുക ഞാൻ നോമ്പ് മാത്രമേ പിടിക്കുള്ളൂ, ഞാൻ ഒരു ദിക്റും ദുആയൊന്നും എടുക്കൂല എന്ന് വിചാരിച്ച ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ അല്ലെ. റമദാൻ നമുക്കറിയാം അഫ്ളലു പിന്നെ ഷഹറാണ്, ഏറ്റവും ഉത്തമമായ മാസമാണ്, ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നതാണ്. എന്തെടുത്താലും പ്രതിഫലം, നോക്കിയാൽ പ്രതിഫലം, കണ്ടാൽ പ്രതിഫലം, ഉറക്കഴിഞ്ഞാൽ എങ്ങനെ പ്രതിഫലമുള്ള മാസം. അപ്പൊ നമ്മൾ എന്താണ് നോമ്പും എടുക്കും, ഒരുപാട് ദിക്റും എടുക്കും, കുറെ നിസ്കരിക്കുകയും ചെയ്യും, കുറെ ഉറക്കമൊഴിയും, അമലയിൽ നിസ്കരിക്കില്ലേ. അതുപോലെ നമ്മളിപ്പോ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം, ഫുഡ് കുറയ്ക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തീരെ എക്സസൈസ് ടച്ച് ചെയ്യേ ഇല്ല എന്നാണ് അധിക ആളുകളുടെയും വാശി. പക്ഷെ ധൈര്യമായിട്ട് എക്സസൈസ് ചെയ്തോളൂ. ഏത് ഏജിലും ഏത് രോഗക്കാരും, നമുക്ക് ഏതാ രോഗം, എന്ത് പ്രശ്നമുള്ളത് വെച്ചാൽ ആ പ്രശ്നക്കാർക്കൊക്കെ പറ്റിയ എക്സസൈസുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓരോ രോഗക്കാർക്കും പറ്റിയത്. ഇനി ചെറുപ്പക്കാരാണെങ്കിൽ ഒക്കെ അവർക്കെല്ലാം ചെയ്യാം അല്ലെ. അങ്ങനെ ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ ഷുഗർ കട്ട് ഡയറ്റിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോണത്. ഓരോ ഡയറ്റും നിങ്ങൾക്ക് പിന്നെ വിശദീകരിച്ച് തരാണ്ട നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ ക്ലാസ് തന്നെ വിശദീകരിക്കാനും ഉണ്ട്. അപ്പൊ ഷുഗർ കട്ട് ഡയറ്റ് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. നമുക്കറിയാം, ഡാനിഷ് സലീം വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ് റെഫറൻസാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അതായത് ഇത് വളരെ നല്ലൊരു ഡയറ്റാണ് അല്ലേ. ഈ ഷുഗർ കട്ട് ഡയറ്റ്, ഇതിന്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, നമുക്ക് ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കാം. ചോറും ചപ്പാത്തി കഴിക്കാമെന്നല്ല, കഴിക്കാണ്ട് നിൽക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തത്, ഈ ഡയറ്റ് ഷുഗർ പേഷ്യൻസ്, ഗുളിക കഴിക്കുന്ന രോഗികൾ ഇതെടുക്കുകയാണെങ്കിൽ ഡോക്ടർ അഡ്വൈസിൽ മാത്രമേ എടുക്കാവൂ. കാരണം വല്ലാണ്ട് ബിലോ ഷുഗർ ആയിപ്പോകും കേട്ടോ. ഷുഗർ ബിലോ ആയ അവർ തളർച്ചയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ, സാധാരണക്കാരും ഒക്കെ. അപ്പൊ ഈ ഡയറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡയറ്റ് ആണെന്ന് തോന്നിയില്ല. കാരണം നമ്മൾ ചോറ് തിന്നുന്നത്, ചപ്പാത്തി തിന്നുന്നത്, ബാക്കിയുള്ളതൊക്കെ ഒരുപാടൊന്നും കഴിക്കരുത് അല്ലെ. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം അല്ലെ. നോ പ്രോബ്ലം. ഒരു ഡയറ്റ് ആണെന്ന് മാത്രം. പിന്നെന്താണ്, ഈ പിന്നെ വിവാഹ സൽക്കാരങ്ങളിൽ അങ്ങനത്തെ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഈ മറ്റേ മധുരം, ഐസ്ക്രീം മുതലായുള്ള കേക്ക്സ്, ആ സെക്ഷനിലേക്കേ നമുക്ക് പോകാൻ പറ്റില്ല. ഇതിൽ ഫുള്ളി ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാര 100% കട്ട് ചെയ്യുന്നു. പിന്നെ മൈദ കൊണ്ടുള്ള ഒരു ഭക്ഷണം നാം കഴിക്കുന്നില്ല. പിന്നെ പെപ്സി, കോല, പിന്നെ ഐസ്ക്രീം, അങ്ങനെ കണ്ട എല്ലാ കേക്ക് ഐറ്റംസും, അങ്ങനെ കണ്ട എല്ലാ മധുരങ്ങളും, ഈവൻ ബേക്കറി വരെ
ക്യാൻസൽ ചെയ്യുന്നു. ബട്ട് വീട്ടിലുണ്ടാക്കുന്നതെല്ലാം നമുക്ക് കഴിക്കാം അല്ലെ. രാവിലെ ഒരു 3-4 ഇഡ്ഡലി നിന്നോലാണെങ്കിൽ 2 ഇഡ്ഡലി, ചോറാണെങ്കിൽ കുറച്ച് ചോറ്, പിന്നെ പച്ചക്കറി എന്തും ചെയ്യാം. അതുപോലെ പിന്നെ വേറെ ഒന്നും പാടില്ലാത്ത സോസുകളാണ്. സോസുകൾ ഇതൊക്കെ നമ്മള് അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വിത്ഡ്രോവൽ സിൻഡ്രോം എന്നിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാനുണ്ട്. കുറച്ച് ദിവസം തീരെ ഷുഗർ ഇടാണ്ട് നമ്മൾ ചായയും കുടിച്ച് ഒരു മൈദയില്ല, പിന്നെ അതില്ല, എന്താണ് സോസ് ഇല്ല, പിന്നെ പെപ്സി ഇല്ല, കോലയില്ല, ബേക്കറി ഇല്ല, ബിസ്ക്കറ്റ് ഇല്ല, അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. അതൊന്നും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിക്ക്, അതായത് പിന്നെ നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഷുഗർ നമ്മുടെ ബോഡിക്ക് ബ്രെയിനിന് ഭയങ്കര ഒരു ലഹരിയാ. അത് കിട്ടാഞ്ഞാൽ നമുക്കറിയാം, ഈ പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആണുങ്ങളോടൊന്നും കുടിക്കണ്ടെന്ന് പറഞ്ഞു നോക്കിയാൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കൈവിറക്കും, അവർക്ക് ദേഷ്യം, അടിക്കല്, പൊളിക്കല്, അതുപോലെ തന്നെ കുട്ടികളും. അപ്പൊ അതുപോലെ ഇത് നിർത്തി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു തലവേദന, അസ്വസ്ഥത എന്തൊക്കെയോ 2-3 ദിവസം അനുഭവപ്പെടും. അത് കണ്ട് പേടിക്കരുത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബോഡി നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഈ ഷുഗർ കട്ട് ഡയറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഈ ഓവർ ഫാറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളെ ജയലളിതന്റെ ഒക്കെ പോലെയുള്ള ഒരുപാട് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു തടി ഉണ്ടാവൂലേ. ഹൈ ഫാറ്റ് ആണെങ്കിൽ അങ്ങനെ, കാല്, പിന്നെ പുറം, ബ്രസ്റ്റിന്റെ സൈഡ്, കൈ മസില് അല്ലെ, മസിൽ എല്ലാം അങ്ങനെ തൂങ്ങി തട്ടിച്ച് നിൽക്കുന്ന ഭയങ്കര ഷോഫുൾ ആയിട്ട് ബോഡി ഭയങ്കര ലുക്ക് തട്ടിച്ചിട്ടൊരു യാതൊരു കോലുള്ളവർക്ക് ഈ ഡയറ്റ് എടുക്കുമ്പോൾ നല്ലോണം അവര് ഒന്ന് ഒതുങ്ങും. അതായത് അവരുടെ ഈ ശരീരത്തിൽ ഏതെല്ലാം വയറിന്റെ ഉള്ളിലും കാലിന്റെ ഉള്ളിലും മസിൽസിനും കൈക്കും ബ്രസ്റ്റിന്റെ താഴെയൊക്കെ ഉള്ള പിന്നെ കൊഴുപ്പുകളൊക്കെ അങ്ങ് അലിയിച്ച് കളഞ്ഞിട്ട് അവരുടെ ബോഡി ഒന്ന് വൃത്തിയായിട്ട് വരും. ആക്ച്വലി നമ്മൾ എക്സസൈസ് എത്ര എക്സസൈസ് ചെയ്താലും അത്ര വൃത്തിയാവും തോന്നില്ല. നമ്മളെ ഈ 2 സൈഡിലുള്ള ടയറും അതൊക്കെ തന്നാലെ തന്നെ ഉരുകി പോകും. കാരണം നമ്മളെ ബോഡിക്ക് വേണ്ടി ഷുഗറൊക്കെ സംഭരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ എല്ലാ ഭാഗത്തും ടയറായിട്ട് തട്ടിട്ട് കൈമസിലിന്റെ ഉള്ളിലും വയറ്റിന്റെ അകത്തൊക്കെ ഉള്ള ഷുഗർ കൊഴുപ്പൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താ കേൾക്കുന്നില്ല? ആർക്കും കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. റമത്തെ നിങ്ങൾക്ക് എന്തോ കംപ്ലൈന്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ക്ലോസ് ചെയ്ത് പിന്നെ വീണ്ടും കയറിയാക്കി. ഓക്കെ. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഷുഗർ കട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. ബേക്കറി ഒന്നും തിന്നാൻ പാടില്ല, സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല, മൈദ, സമൂസ, അങ്ങനെ കണ്ട മൈദ കൊണ്ടുണ്ടാക്കിയ ചട്ടിപ്പത്തിരി അങ്ങനത്തെ പലഹാരങ്ങൾ അതൊന്നും കഴിക്കാൻ പറ്റൂല. പക്ഷെ എന്നിരുന്നാല് ചോറ്, കറി, ഉപ്പേരി, പിന്നെ അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അങ്ങനത്തെ ഗോതമ്പ്, അങ്ങനത്തെ രാഗി ദോശ, അങ്ങനത്തെ എല്ലാം കഴിക്കാം. ഒന്നും കഴിക്കുന്നില്ല, അതൊക്കെ കഴിക്കാം. പിന്നെ ഇറച്ചി മീനൊന്നും അതും പ്രശ്നം പറയുന്നില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാല് ഈ ബോഡിയിലുള്ള ഫാറ്റൊക്കെ പിന്നെ നമ്മളെ സാധാരണ നമ്മള് ദിവസത്തിലുള്ള ഓരോ വർക്കും നമ്മളെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള കൊഴുപ്പ് യൂസ് ചെയ്ത് അവരൊന്ന് റെഡ്യൂസ് ആയി എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഈ തടിയന്മാരും അല്ലാണ്ട് ഒബിസിറ്റിയിൽ അവിടെയും ഇവിടെയൊക്കെ ഇറച്ചി മുഖത്തൊക്കെ തടിയുള്ള മനുഷ്യന്മാര് എത്ര എക്സസൈസ് ചെയ്ത് നോക്കിയാലും എന്ത് ഡയറ്റ് ചെയ്താലും അവരായ ബൾജ് ചെയ്ത് നിൽക്കുന്ന അങ്കിൾ വണ്ണിന്റെ മാറ്റത്തെ ഒരു തടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ഇതുകൊണ്ട് അങ്ങനെ കുറയുന്നത് അനുഭവസ്ഥര് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഞാൻ പറയുന്നത്. ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം ഞാൻ ഇനിയും എല്ലാണ്ടും വലിയ വൃത്തികേടാവുന്നുള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പക്ഷെ അത് ഇതുപോലെ ഓവറായിട്ട് ഫാറ്റ് ഉള്ളവരും ഓവർ ഒബിസിറ്റി ഉള്ളവർക്കും ഇത് വെരി വെരി യൂസ്ഫുൾ ആണ്. കാരണം അവർ കാഴ്ചയിൽ തന്നെ ഒരു നല്ലൊരു ലുക്കും സ്റ്റൈലും ഒക്കെ ആയി വരും. പിന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മണിക്ക് മുൻപേ കഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും അഭികാമ്യം. 7 മണിക്ക് മുമ്പേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ 7 മണിക്ക് മുമ്പേ കഴിച്ചാൽ നമുക്ക് ഒക്കേഷണലി എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരുമല്ലോ അല്ലെ, സൽക്കാരം, കല്യാണത്തിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹോട്ടലിൽ പോയിട്ട് ഡൈൻ ഔട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്താക്കണം, രാത്രിയാണ്. അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാല്, നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം എത്ര ലേറ്റ് ആയിട്ട്, അപ്പൊ രാത്രി 9 മണിക്കാണ് നിങ്ങൾ ഫുഡ് കഴിച്ചതെങ്കിൽ അതേ മണിക്കൂർ എന്ത് ചെയ്യണം, രാവിലെ വലിച്ചു നീട്ടണം. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാള്
തലേ ദിവസം ഹോട്ടലിലോ എവിടെയെങ്കിലും പോയി രാത്രി ഭക്ഷണം കഴിച്ചു പോയാൽ എന്ത് ചെയ്യണം? ആ 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റിന് കാത്തു നിൽക്കണം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വിശക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ആപ്പിളോ അല്ലെങ്കിൽ പേരക്കയോ അല്ലെങ്കിൽ മറ്റേ അണ്ടിയോ പതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വായിലിടാം. മറ്റേത് പറ്റില്ല എന്നുള്ളൂ. ബേക്കറി സ്നാക്സ് ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് ഒന്നും തന്നെ ഭംഗിയുള്ള ബോട്ടിലാക്കിയിട്ട് പുറത്ത് വെക്കരുത്. സ്പെഷ്യലി ഇത് ഇഷ്ടമുള്ളവരതാണ് പ്രശ്നം. ഇഷ്ടമില്ലാത്തവർ ഇനിയിപ്പോ എങ്ങനെ കണ്ടാലും കഴിക്കില്ല. ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? അത് കാണാത്ത പാത്രങ്ങളിലോ കബോർഡിലോ ആക്കി വെക്കണം. പുറത്തൊന്നും വെക്കരുത്. കണ്ടാ വിശന്ന് നമ്മൾ തിന്നു പോകും. പിന്നെ ഏതൊരു ഡയറ്റ് ആണെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ തന്നെങ്കിലും വെള്ളം കുടിക്കണം. അപ്പൊ നമ്മളൊരു ബോട്ടിൽ വെള്ളം അളന്നിട്ട്, അതായത് ഒരു നോർമൽ ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അതിന്റെ ഒരു 5 ഉണ്ടെങ്കിൽ 1 ലിറ്റർ ആയി. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബോട്ടിലിന്റെ മുകളിൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൃത്യമായ വെള്ളം അളന്നെടുത്തിട്ട് ഇത് നമ്മൾ കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിലൂടെ മാത്രമേ നമ്മുടെ ഫാറ്റ് അലിഞ്ഞു പോവുക. ഒരുപാട് ആളുകൾ പറയുന്നേക്കാം, ഞാൻ എത്രയായി ഭക്ഷണം നിർത്തിയിട്ട് ഞാൻ ഭയങ്കര കണ്ടതാ. ഞാൻ എന്റെ അനുഭവത്തിൽ 4-5 ആളുകളുണ്ട് കണ്ടതാ. അതിന് ഒരു ഫുഡ് ഇത്രയേ കഴിക്കുള്ളൂ, ഒരു ചപ്പാത്തിയെ തിന്നുള്ളൂ, രാത്രി ഒന്നും തിന്നുക. പക്ഷെ അവരൊന്നും തന്നെ മെലിയുന്നില്ല, വെയിറ്റ് ലോസ് ആകുന്നില്ല. എന്താ കാരണം? ഇത് തന്നെ കാരണം. അവര് വെള്ളം കുടിച്ചിട്ടിരിക്കുന്നില്ല. ഈ ഒരു വെയിറ്റ് ലോസിന്റെ ഉദ്ദേശത്തില് വെള്ളം കുടിക്കുകയും വേണം. ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയും വേണം അല്ലെ. നമുക്ക് തോന്നിയ മാതിരി ഡയറ്റ് നടത്തിയ ചിലരും മെലിയായിരിക്കും. 2-3% ആളുകൾ മാത്രമാണ്, മറ്റു പലരും മെലിയാറില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ അല്ലാണ്ട് ഒരിക്കലും മെലിയില്ല. പ്രത്യേകം നിങ്ങൾ അടിവരട്ട് വെച്ചോളി. ഇപ്പൊ തടിയന്മാരൊക്കെ പറയും നമ്മൾ എത്ര ഭക്ഷണം കുറക്കുന്നത് ശരിയാണ്. എന്റെ അനുഭവത്തിൽ ഞാനറിയാവുന്ന 4 പേരുണ്ട്. അവരെത്ര ജോലി ചെയ്യുക, ഭക്ഷണം ഒന്നിട്ട് കഴിക്കലുമില്ല, പക്ഷെ അവര് മെലിയുന്നില്ല. അതിന്റെ കാരണം എന്താ? കാരണം വെള്ളം കുടിക്കുന്നില്ല. വെള്ളം നന്നായി കുടിക്കണം അല്ലെ. ഇപ്പൊ എന്നോടിപ്പോ ഈ ജൂൺ ജൂലൈ സമയത്ത് ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു നമുക്ക് ഡയറ്റ് തുടങ്ങാം. അപ്പം ഡയറ്റ് തുടങ്ങിയ എന്താ പ്രശ്നം എന്ന് പറയാം? ജൂൺ ജൂലൈ നല്ല മഴക്കാലാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് വിയർപ്പ് സെറ്റിംഗ് നടക്കുന്നില്ല, നമുക്ക് അധ്വാനം ഇല്ല, വീട്ടിന്റെ അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പൊ വെറും മൂത്രമൊഴിക്കാൻ പോകല പണി. അതും ഇതിൽ ഈ ഏജ് എബോ 50+ ആയ പെണ്ണുങ്ങളൊക്കെ അതിന്റെ കൂടെ വെള്ളം കൂടി കുടിച്ചാൽ അവർക്ക് ബാത്റൂമൊന്നും വരാൻ നേരം ഉണ്ടാവില്ല. മാത്രമല്ല നമ്മളെ എനർജി ബൂസ്റ്റപ്പ്, അതായത് ഹെൽത്ത് ബൂസ്റ്റപ്പിന്റെ ഒരു ടൈമാണ് ഈ ഇടവപ്പാതി വർഷകാലം എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾക്കൊക്കെ അറിയാം, നല്ല വിശപ്പായിരിക്കും. അപ്പം നമ്മൾ ഡയറ്റ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഡയറ്റിനെ ആരും നിർബന്ധിക്കാതിരുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് ഫുഡ് മാത്രം ഈ ഒരുപാട് തടിയുള്ള സ്ത്രീകളൊക്കെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാവുന്ന കാര്യം, അവരൊന്നും കഴിക്കാറില്ല മധുരമൊന്നും. പക്ഷെ എന്നിട്ടും അവര് വെയിറ്റ് കുറയുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? വെള്ളം തീരെ കുടിക്കുന്നില്ല. അപ്പം ഈ വെയിറ്റ് ലോസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം 2 കാര്യങ്ങളാ വേണ്ടി. വീട്ടില് വെയിറ്റ് മെഷീൻ ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് അത് വാങ്ങി വെക്കുക. മാനുവലായാലും മതി, ഓട്ടോമാറ്റിക്കലിന് പൈസ കൂടും. അതിന് മാനുവലെങ്കിലും വാങ്ങി വെക്കുക. പിന്നെ ഒരു ബോട്ടിൽ നിർബന്ധമായിട്ട് കൊണ്ട് നടക്കുക. നമ്മൾ എവിടെയാണോ നടക്കുന്നത് അവിടെയൊക്കെ വെള്ളവും കൊണ്ട് നടക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഉച്ചഭക്ഷണം 1 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ ദുഹർ നിസ്കാരത്തിന് മുമ്പ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചവിടെ വെക്കുക. അപ്പൊ പിന്നെ ഉച്ചഭക്ഷണം നമ്മളൊരു പ്ലേറ്റിൽ, പിന്നെ നമുക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കും. വലിയ സാധനം എന്തെങ്കിലും ചോറോ കറികളൊക്കെ വിളമ്പി ഇഷ്ടമാതിരി ഒരു പ്രാവശ്യം ഇടും, അത് കഴിക്കും. എന്നിട്ട് പിന്നെ അതിന്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെയും ലേശം ഉപ്പേരി എടുക്കും, അത് തിന്നും. പിന്നെ പൊരിച്ചതെടുക്കും, അത് തിന്നും. ഇങ്ങനെ തിന്ന് കളിക്കുമ്പോൾ വെയിറ്റ് ഇങ്ങനെ ക്രമാതീതമായിട്ട് നമ്മൾ അറിയാണ്ട് നമ്മൾ തമാശ പറയുന്നതിന്റെ കൂടെ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഉള്ളോട്ട് ചെല്ലുകയും ചെയ്യും, വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പൊ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആള് ചെയ്യേണ്ട പറയും, കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കഴിക്കുകയാണെങ്കിൽ എന്താക്കണം? നമുക്ക് കണക്കാക്കി ഓഹരി എടുത്ത് വേറൊന്ന് ഡൈനിങ് ടേബിളിനോട് ഒന്ന് മാറ്റിയിടുക. നമ്മൾ എടുത്താൽ തിന്നാ വെയിറ്റ് കൂടി പോവുകയും ചെയ്യും. അപ്പൊ അതിനൊരു ചാൻസ് കൊടുക്കരുത്. കൂടെ ഇരുന്ന് തിന്നുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കണക്ക് ഫുഡ് മാത്രം. അത് എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല വെയിറ്റുള്ള കുട്ടികളുള്ള വീട്ടുകാർക്കും ഈ ഒരു ട്യൂണ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം അല്ലെ. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ഫുഡ് മാത്രം പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വലിയ പ്ലേറ്റ് ചോറോ അങ്ങനെ കണ്ട ഒന്നും വെച്ച് കൊടുക്കാണ്. വെച്ച് കൊടുത്താൽ അവർ വീണ്ടും വർത്താനം പറഞ്ഞ് കഴിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ എത്ര ഇൻടേക്ക് ചെയ്തെന്നുള്ള നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം, ഫുഡ് എടുത്ത് മാറിയിരിക്കുക.
എന്നിട്ട് ഒന്നിച്ചെന്നെ കഴിക്കാം, പക്ഷെ ഒന്നും എടുക്കരുത്, ആദ്യത്തെ ടേക്കിംഗ് മാത്രം അല്ലേ. അതന്നെ ഇപ്പൊ പിന്നെ ഈ വെയിറ്റ് ലോസിന്റെ പ്ലാനിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു പിന്നെ ക്വാർട്ടർ, ഒരു കാഭാഗം ചോറ്, കാഭാഗം പച്ചക്കറി, കാഭാഗം ഫ്രൂട്ട്സ്, കാഭാഗം വേറെ എന്തെങ്കിലും അല്ലെ, മീന്, ഉപ്പേരികള്, അങ്ങനത്തെ ഒക്കെ കഴിക്കുക. ആ ഒരു ടോണിൽ തന്നെ ഡയറ്റ് ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം ഈ ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ചിലരൊക്കെ അന്ന് കഴിച്ച ഫുഡ് എന്നും പറഞ്ഞിട്ടിടും. അപ്പൊ നമുക്കൊരു ഇനിയിപ്പോ ഇങ്ങനെയും കഴിച്ചു നോക്കാല്ലേ, എങ്ങനെ കഴിച്ചിട്ടും വിശപ്പ് മാറുന്നുണ്ടല്ലോ. വിശപ്പ് മാറുന്ന എങ്ങനെയാണെന്നറിയോ? ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ വിശപ്പ് മാറുന്ന എങ്ങനെയാ വെച്ചാല്, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതിന് 8 മണിക്ക് തന്നെ ധാരാളം വെള്ളം അവിടെ കുടിച്ചേക്കുക. അപ്പൊ നമുക്ക് ഒരു ദോശയോ 2 ഇഡ്ഡലിയോ 1 അടുക്ക് പുട്ടൊക്കെ കഴിച്ചാല് വിശപ്പ് മാറും. മാറണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഫുഡിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കരുത് എന്ന് എല്ലാവരും ഒരേ രീതിയിൽ ഇപ്പോൾ എതിർക്കുന്നതുകൊണ്ട് ഞാനും അതിനോട് അനുകൂലിക്കുകയാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എൻസൈം ലോസ് ആയി പോകുന്നത് കൊണ്ട് അപ്പം വെള്ളം കുടിക്കാതെ കുറച്ചൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഈ ഖുർആൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കാരണം അല്ലെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസും, ഷുഗർ, പ്രഷർ, സ്ട്രോക്ക്, തൈറോയിഡ്, കോൺസ്റ്റിപ്പേഷൻ, ഈ 40+ ആയി കഴിഞ്ഞ പല പല ബുദ്ധിമുട്ടുകൾ കാരണം ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലെ. പിന്നെ മടി, ക്ഷീണം, അതായത് തഹജ്ജുദ് നമസ്കാരം നമ്മൾ അറിയുന്നില്ല, കിടന്നിട്ട് എണീക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം, എണീറ്റാ ഓതാൻ പറ്റുന്നില്ല, ഉറപ്പ് തൂങ്ങുന്നു, ഇങ്ങനെ ഒരുപാട് സൂക്കട്, ഈവൻ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടിയ പല രോഗങ്ങൾ, നമുക്ക് തറവാട്ട് വക കിട്ടിയിട്ടുള്ള പല രോഗങ്ങളുണ്ട്. അതുവരെ ക്യാൻ ബി പ്രിവെന്റഡ് ഷുവർലി. നമുക്ക് അതുവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട്. എത്രയോ ആളുകളെ ഷുഗറും പ്രഷറും ഒക്കെ മാറിയതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. ആ ഡയറ്റിന്റെ കാര്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഷുഗർ കട്ട് ഡയറ്റ് പറഞ്ഞല്ലോ, 3 തരം ഡയറ്റുകളാണ്. ഒന്ന് ഷുഗർ കട്ട് ഡയറ്റ്, 2 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈപ്പ്, 3 പിന്നെ അത് ഫാസ്റ്റിംഗ് വിത്ത് പിന്നെ വെയിറ്റ് ലോസ് അല്ലെ. നോമ്പ് എടുക്കുകയും ചെയ്യാം, വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം, അങ്ങനെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഷുഗർ കട്ട് ഡയറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എസ്പെഷ്യലി ഏറ്റവും വലിയ ഇത്, അതായത് ഈ പിന്നെ ഈ ഡയറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജയലളിതന്റെ ഒക്കെ പോലെയുള്ള ഒരുപാട് ബൾജ് ചെയ്തിരിക്കുന്ന ബോഡിയുള്ള ആളുകൾക്ക് അവർക്കൊന്ന് സ്ലിം ആവാൻ, അതിന്റെ കൂടെ എക്സസൈസും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. അപ്പൊ കഴിയുന്നവരൊക്കെ എക്സസൈസ് ചെയ്യാൻ 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ തന്നെ ഗ്രൂപ്പ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് പറയാം ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗുണങ്ങൾ ഉണ്ടായി, ഞാൻ ഇത്രേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വെയ് മെഷീൻ വാങ്ങി വീട്ടിൽ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ തലേ ദിവസം രാത്രി എന്താണോ കഴിച്ചത് അതിന് പിറ്റേ ദിവസം നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്നത് കഴിച്ചിട്ട്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ബർഗർ, പിസ്സ, പിന്നെ ബ്രോസ്റ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് വെയിറ്റ് നോക്കിയാൽ രാവിലെ എണീറ്റാൽ 1/2 കിലോ 500-600 ഗ്രാം കൂടിയിരിക്കുന്നതാണ്. അപ്പൊ പിസ്സ ഒക്കെ നമ്മളേക്ക് പിസ്സ അല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ വെജിറ്റബിൾ ആണ് ചിക്കനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിസ്സയൊക്കെ കഴിച്ചാൽ പിറ്റേന്ന് നല്ലോണം വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പം ഈ ഷുഗർ കട്ട് ഡയറ്റിന്റെ പിന്നെ പ്രത്യേക ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ഡോക്ടർ പറഞ്ഞതിൽ ഒരു 5-10 ഉള്ളൂ, പക്ഷെ അതിനേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഇത് ചെയ്ത് നോക്കിയ അനുഭവസ്ഥർ പറയുന്നത് കൂടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-27 ക്വാളിറ്റീസ്, അതുകൊണ്ട് ഗുണങ്ങളാണ്, ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് വിഷ്വൽ റിഡക്ഷൻ, അതായത് നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു റാഹത്ത, അങ്ങനെ നല്ലോണം ഒന്ന് ഒതുങ്ങിയല്ലോ, നീര് പോയ മാതിരി ഉണ്ടല്ലോ, ഒതുങ്ങിയല്ലോ, മെലിഞ്ഞല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര മനസ്സിനൊരു കുളിർമാണല്ലേ. അതുപോലെ പെയിൻ റിലീഫ്, ഒരുപാട് സന്ധിവേദന ഉള്ളവർ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ബോഡിയിലെ കംപ്ലീറ്റ് വേദനകൾ, ഒരു പെയിൻ കില്ലർ കഴിച്ചാലും മാറാത്തത്ര വേദനകൾ. സാധാരണ നമുക്കറിയാം പല ജാതി വേദനകൾ ആളുകൾക്ക്, പക്ഷെ എല്ലാ പെയിനും റിലീഫ് ആകുന്നതായിട്ട് കാണാം ഈ ഒരു ഡയറ്റ് എടുക്കുന്നത് കൊണ്ട്. പിന്നെ ഹാർട്ട് ഡിസീസസ് അല്ലെ, നമുക്കറിയാം ഹാർട്ടിന് വരുന്ന ഡിസീസ് ഇപ്പൊ ഒരുപാടാണ്. സ്ത്രീകൾ ലേശം മോശക്കാരാണ് ഹാർട്ടിന്റെ കാര്യത്തില്ല, അല്ല ഹാർട്ടിന്റെ രോഗത്തിന്റെ കാര്യത്തിൽ അവർ ലേശം വീക്കാം. പക്ഷെ ആണുങ്ങൾക്കാണ് അധികം ഹാർട്ട് ഡിസീസ്. കാരണം എന്താ? ആണുങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ആർക്കും ഷെയർ ചെയ്യില്ല അല്ലെ. പെണ്ണുങ്ങൾ അതല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാരോടും പാടി അപ്പോൾ അത് തീർന്നു പോകും. അതുകൊണ്ടായിരിക്കാം ഹാർട്ട് ഡിസീസസിൽ ഏറ്റവും മുമ്പിൽ ആണുങ്ങൾ എന്നാ നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് 50% ഈ ഹാർട്ട് ഡിസീസിൽ പിന്നെ മാറ്റം ഉണ്ടാവുന്ന പറയുന്നത് ഷുഗർ കട്ട്
ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ട്രൈഗ്ലിസറിൻ 20% കുറയും. പിന്നെ ഏജ് ലോസ്, നമ്മളെ ഏജ് നമ്മളെ വയസ്സങ്ങ് കുറഞ്ഞു അല്ലെ, നമ്മളെ കണ്ടാൽ നമ്മളൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. അത് ഈ ഷുഗർ കട്ട് ഡയറ്റിന്റെയും കൂടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സ്കിൻ ഗ്ലോ, നല്ല തിളക്കം വരും സ്കിന്നൊക്കെ. നല്ലൊരു നമ്മളെന്തോ ചെയ്തിട്ട് സ്കിൻ, നമ്മളിപ്പോ പിന്നെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു തിളക്കം ഫീൽ ചെയ്യും. രണ്ടാമത്തെ മുഖക്കുരുണ്ടെങ്കിൽ, വേണ്ട ബോഡിയിലുള്ള വേണ്ടാത്ത അൺവാണ്ടഡ് ഫാറ്റ്സും അതും ഇതൊക്കെ ആണല്ലോ മുഖക്കുരായിട്ട് പഴുത്ത് വരുന്നത്, അതുണ്ടെങ്കിൽ കുറയും. പിന്നെ ബുദ്ധി കൂടും. അതായത് നമുക്ക് കിടന്നുറങ്ങാനൊന്നും വിചാരിച്ച ഉറങ്ങാൻ തോന്നൂല, അപ്പോഴെടുത്തിട്ട് എണീറ്റിട്ട് തോന്നും നമ്മളെ അലമാരിയൊക്കെ ഒന്ന് തുറന്ന് ഓർഗനൈസ് ചെയ്താലോ, അതല്ല അടുക്കള കിച്ചൺ കബോർഡൊക്കെ ഒന്ന് തുടച്ചു വെച്ചാലോ, അല്ലെങ്കിൽ ആ അയലിൽ ആറിയിട്ട ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചാലോ, അയൺ ചെയ്താലോ, നമുക്ക് കിടക്കാൻ തോന്നൂല. അതായത് എനർജി ഫ്ലോ, എനർജി ഇങ്ങനെ എന്താ പറയാ, എനർജി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രതീതിയാണ്. ഇനിയിപ്പോ എഴുതുകയും വായിക്കുകയും ഖുർആൻ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ വേറെ എന്താ അന്ന് മടിയാന്ന് താഴത്ത് അവിടെ കട്ടെ നാളെ പഠിക്കാൻ, അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ല. നമുക്ക് ഇപ്പം തന്നെ പഠിക്കണം എന്നുള്ള ഒരു മൂഡാണ്. ബുദ്ധി നന്നായിട്ട് വർദ്ധിക്കും. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. ഈ ഷുഗർ കുറയുന്നതോടുകൂടി ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് നന്നായി ഉണ്ടാവും. പിന്നെ ബോഡി പെയിനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ചില പ്രത്യേക അസുഖങ്ങൾ കാരണം വലിയ വലിയ മുട്ടുവേദന അങ്ങനത്തെ ഒക്കെ അല്ലാത്തുണ്ടല്ലോ, പുറം വേദന അസുഖങ്ങളൊക്കെ, അതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ കുറഞ്ഞു കിട്ടും. അപ്പൊ എനർജിന്റെ ഒരു ഫ്ലോ ആണ്, ഭയങ്കര ഒരു എനർജി. നമുക്ക് എവിടെ പോകാനോ വരാനോ വീട്ടുജോലിയൊക്കെ നമുക്ക് തന്നെ ആരെയും കാത്തിക്കാണ്ട് നമുക്ക് തന്നെ എടുക്കാന്ന് തോന്നിപ്പോവും അല്ലെ. ഇരുന്ന് ചെയ്യാൻ വിചാരിച്ച ജോലികളൊക്കെ നടന്ന് ചെയ്താലോ എന്ന് തോന്നുന്നു. നമുക്ക് കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ അല്ലെ, കുട്ടികൾക്ക് ഭയങ്കര എനർജി ആണല്ലോ അല്ലെ, ഒരു സമയം അടങ്ങിയിരിക്കൂലല്ലോ. അതുപോലെ ഒരു കുട്ടികളെ പോലത്തെ ഫീലിംഗ് വരും. പിന്നെ ഹാപ്പിനെസ് കൂടും, അതായത് മൂഡ് ഓഫ്, സ്ട്രെസ്, പിന്നെ ടെൻഷൻ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ കുറയും. ഈ ഷുഗർ കുറയുന്നതോടുകൂടി അതൊക്കെ കുറഞ്ഞിട്ട് ഹാപ്പിനെസ് കൂടും, മനസ്സിന് സന്തോഷം വരും. അതിപ്പോ വലിയ വിഷയമാണല്ലേ. അധികം ആളുകൾക്കും എത്ര തന്നെ പൈസ ഉണ്ടായിട്ട് ഒരു പിന്നെ ബുദ്ധിമുട്ടില്ല. മുമ്പിൽ വലിയ ഓടി ബെൻസ് കാറുകൾ ഉണ്ടാവും, വീടാണെങ്കിൽ ഭയങ്കര സൈസായിരിക്കും, മക്കൾ എത്രയോ പൈസ ഗൾഫൊന്നും പിന്നെ അയക്കുന്നുണ്ടാവൂലേ, വീട്ടിലാണെങ്കിൽ റൂമൊക്കെ പൂട്ടിയിട്ട് അത്രയും വലിയ വീടുകളായിരിക്കും. എന്ത് തന്നെ ആയാലും മനസ്സിന് സമാധാനമില്ല. അപ്പൊ ഈ ഷുഗർ കട്ട് കൊണ്ട് എന്ത് കിട്ടുന്നു, മനസ്സിന് സമാധാനം കിട്ടും അല്ലെ. പിന്നെ ഫുള്ളി ലിവർ ഫാറ്റ്, അതായത് ലിവറിൽ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് 30% പിന്നെ ലോസ് ആവും, അലിഞ്ഞു പോകുന്ന പറയുന്നത്. പിന്നെ കൊളസ്ട്രോൾ കുറയും, ഷുഗർ ലോസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, പിന്നെ പ്രഷർ ലോസ്, എല്ലാം ഷുഗറും പ്രഷറും വെയിറ്റും കൊളസ്ട്രോളും ഒക്കെ കുറയും. പിന്നെ വയറ്റിന് ചുറ്റുമുള്ള വയറ്റിന് ചുറ്റുമുള്ളത് ഓൾറെഡി കുറയും. ബട്ട് നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് പൊന്നിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അതൊന്നും കൂടെ വൃത്തിയായിട്ട് നല്ലോണം അല്ലെ. ഈ ആളുകളും തടിച്ച് വയറാണ് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാലാകാലം ഈ ഷുഗർ കട്ട് എക്സസൈസ് വേണ്ട. ഷുഗർ കട്ട് എക്സസൈസ് ഒരു മാസത്തേക്കൊക്കെ ഒരു ചലഞ്ച് എന്ന രീതിയിൽ തുടങ്ങി വെക്കും. അപ്പൊ നമുക്കറിയാം കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണ സീസണൊക്കെ ഒന്ന് അവസാനിച്ചല്ലോ അല്ലെ. അപ്പൊ നമ്മൾ വീട്ടിൽ അടങ്ങുന്ന സമയം, ഈ സമയം നമുക്ക് ഏറ്റവും നല്ലൊരു ആപ്റ്റായ സമയമാണ്. ഇനിയിപ്പോ പിന്നെ സെപ്റ്റംബർ 1 മുതൽ തുടങ്ങി കഴിഞ്ഞാൽ വലിയ വലിയ പരിപാടികളും കല്യാണവും വിരുന്നൊക്കെ ഒന്ന് അടങ്ങി. അപ്പൊ ഈ സമയത്ത് നമുക്കത് തുടങ്ങാൻ വളരെ ഈസിയാണ്. പിന്നെ ഡിപ്രഷൻ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കുറയും. അങ്ങനെ സന്തോഷം കൂടുമ്പോ എന്താ, ടെൻഷൻ കുറയും. അപ്പൊ ഡിപ്രഷനും കാര്യങ്ങളും. പിന്നെ മെമ്മറി പവർ കൂടും. ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ അധികം ആളുകളും ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവര്, തജ്വീദ് പഠിക്കുന്നവര്, പല എക്സാമുകൾ എഴുതുക എല്ലാ സ്ത്രീകളും അല്ലെ. സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ ഒന്നിനും നേരമില്ല എഴുതാനും പഠിക്കാനും ക്ലാസ് വെക്കാനും. അപ്പൊ മെമ്മറി പവർ കൂടും, ബ്രെയിൻ പവർ കൂടും. ഇതിന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാണ്ടിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ കൂടും. അതായത് നമ്മൾ എന്ത് പണിയാണോ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളിപ്പോ എഴുതുന്നല്ലോ വായിക്കുന്നല്ലോ, അതെല്ലാം ഇനിയിപ്പോ മെഷീൻ അടിക്കുന്നല്ലോ, അവർക്കാണെങ്കിൽ ഇപ്പൊ 2 മാക്സിയാണ് ദിവസം അടിച്ചിരുന്നെങ്കിൽ അന്നേരം 3 or 4 മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തോന്നും. കാരണം ക്ഷീണമില്ല. അപ്പൊ നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നും. അപ്പൊ നമ്മളെ വർക്കിംഗ് പൊട്ടൻഷ്യൽ കൂടും. പിന്നെ ഉറക്കം, അത് പലർക്കും ഒന്നും ഇപ്പൊ ഉറക്കം ഒരു പ്രശ്നമാണല്ലേ. കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം കൂടി കിട്ടും. അങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷൻ, ഹാർട്ട്, ലിവർ ആ ഭാഗത്തൊക്കെ ഉള്ള ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട്, അങ്ങനെ കണ്ട വേദനകൾ അതൊക്കെ പോയി കിട്ടും അല്ലെ. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആരോ പറഞ്ഞു നിൽക്കണ നാവിന് ടേസ്റ്റ് കൂടും. അതായത് കൊക്കക്കോല, പിന്നെ പെപ്സി, പിന്നെ ഐസ്ക്രീം, പിന്നെ പാസ്ട്രീസ്, കേക്കുകള്, പിന്നെ ഈ ബർഗർ, സാൻഡ്വിച്ച്,
ബ്രോസ്റ്റഡ് ചിക്കണ്, അറേബ്യൻ മന്തി, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ നാവിന് ഒരു വെള്ള ഇത് വെച്ചാൽ നമ്മൾ നാവിനൊരു വെള്ള കോട്ടിങ് കാണാല്ലേ, ഈ ഈറ്റ എല്ലാ കെമിക്കലൈസ്ഡ് ഫുഡും ഒഴിവാക്കുന്നതോട് കൂടി നാവ് നമ്മളെ പണ്ട് നിങ്ങൾക്കറിയാലോ 10-50 കൊല്ലം മുമ്പുള്ള ഉമ്മമാരോടൊക്കെ ചോദിച്ചു, ഓല് പറയാം അന്നത്തെ കോഴിച്ചാറിനൊക്കെ എന്തേനും രസം അല്ലെ, കോഴിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് അന്നൊക്കെ നമ്മള് വീട്ടിൽ വിരുന്നുകാർ വന്ന, കോഴി പീടികയിലൊന്നും വാങ്ങാൻ കിട്ടൂലോ, ഓടിച്ചിട്ട് പിടിച്ചിട്ട് മൗലവിന്റെ വല്ലാഖന്റെ അടുത്ത് കൊണ്ട് അർപ്പിച്ചിട്ടൊക്കെ ആ കോഴി വെക്കുക, അന്നേരം മസാലയും മുളകൊക്കെ വറുത്ത് അതിന്റെ ഒരു രസം എന്തേലും. ആക്ച്വലി അന്നൊക്കെ രസം ഉണ്ടായിരുന്നു. ഇന്ന് ഈ മറ്റേ നൂഡിൽസും പാസ്തയും അതും ഇതൊക്കെ തിന്ന് നമ്മളെ നാവിനൊരു പ്രത്യേക കോട്ടിങ് വന്നിക്കണം. ഇപ്പൊ നമുക്ക് നാടൻ ഫുഡിനൊന്നും ടേസ്റ്റ് ഇല്ല. പക്ഷെ ഈ ഒരു മാസം കഴിയുന്നതോടുകൂടി നാവിന്റെ ടേസ്റ്റ് റീപ്ലേസ് ചെയ്യും. പിന്നെ നല്ല നാവ് എല്ലാ ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടും. ഒരു സന്യാസ ജീവിതം പോലെ അല്ലെ, സന്യാസികൾ അങ്ങനെയാണല്ലോ, വേണ്ടാത്തൊരു ഭക്ഷണം ഒരു ഭക്ഷണം പുറത്തുള്ള അവരൊന്നും കുടിക്കൂല അല്ലെ. അത് നല്ല വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, അവരെ വീട്ടിൽ വളർത്തുന്ന പശുവിന്റെ നെയ്യ്, അങ്ങനൊക്കെ അല്ല. അതുപോലെ നല്ലൊരു ലൈഫ്. ഇതിന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ഡോക്ടർമാർ പറഞ്ഞതിന് കൂടാതെ ഞാനിത് ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാരുടെ റിസൾട്ടും കൂടാണ് ഞാനിപ്പോ ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിശ്വസനീയമാണോ എന്ന് തോന്നിപ്പോകും. പിന്നെ പല ജാതി വേദനയുള്ളവരും ഉണ്ടാവില്ല. എത്ര ഗുളിക കഴിച്ചാൽ നമുക്കറിയാം, എന്ത് പെയിൻ കില്ലർ കഴിച്ചാൽ ആ പിന്നെ ഒരു 5-8 മണിക്കൂർ മാത്രമേ നമുക്ക് പെയിന് റിലീഫ് ഉണ്ടാവുള്ളൂ, പിന്നെയും നമുക്ക് വേദന വരും അല്ലെ. അപ്പൊ ഇതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് കുറെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ക്ലാസ് ഇടുന്നത്, അല്ലാണ്ട് എന്റെ സ്വന്തം അഭിപ്രായം എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ ഈവൻ യോഗട്ടിൽ വരെ ഷുഗർ ഉണ്ട് എന്നാ പറഞ്ഞത്. അതായത് ഇപ്പം പലവിധ തൈരുകൾ ഉണ്ടല്ലോ, മറ്റേ ഫ്രൂട്ട്സിനായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കിയിട്ട് വരുന്ന, അതൊക്കെ കഴിക്കരുത്, അതിലൊക്കെ ഷുഗർ ഉണ്ട്. പക്ഷെ നിങ്ങൾ ദീർഘകാലം മരിക്കുന്നവരെയൊന്നും ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം കറക്റ്റ് പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ എന്തായാലും വെയിറ്റ് ലോസും ഷോ ലോസും, അതായത് ഒരു വല്ലാത്തൊരു കാഴ്ചയും വല്ലാത്തൊരു ചീറ്റിപ്പ് വൃത്തികെട്ട തടികളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ലെവലിൽ തന്നെ നമ്മളെ ബോഡി അങ്ങ് പോവും, മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇനിയിപ്പോ ഇത് ഷുഗർ ഉള്ളവര് ഡോക്ടറെ കൺസൾട്ട്, ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഡോക്ടർമാരൊക്കെ ആയല്ലോ അല്ലെ. അപ്പൊ കൺസൾട്ടിങ്ങിൽ എടുക്കുകയാണെങ്കിൽ ഷുഗർ ലോസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു വെച്ചാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഷുഗറിന്റെ ഗുളിക വരെ ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. മേ ബി, എനിക്ക് പറയാൻ പറ്റൂല, അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ അപ്പൊ ഇത്രയും നല്ലൊരു, അതായത് നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. ഈ ഡോപ്പമിന് ഈ ഷുഗർ കഴിക്കുമ്പോൾ ഡോപ്പമിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഒരു കുടിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷം നടന്ന ഫുഡ് കൊടുത്താലോ വേറൊന്നും, അയാൾക്ക് ആ കുടിക്കാനൊരു പെഗ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അതുപോലെ നമ്മളെ തലക്ക് ഷുഗർ വേണം, ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ബ്രെയിനിന്. എന്നിട്ട് എന്താക്കണം എന്നറിയാം, പിടിപ്പിച്ചിട്ടക്കണം. അപ്പൊ നോക്കി രാത്രിയൊക്കെ നല്ലോണം പേസ്ട്രിയോ കേക്കും അതും ഇതൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് അപ്പൊ അതാണല്ലോ ഇഷ്ടം. അതൊക്കെ കഴിച്ചു കിടന്ന് അവർക്ക് നേരം വെളുത്തടിച്ച പരീക്ഷക്ക് അങ്ങ് തലേദിവസം അങ്ങനത്തെ കൊടുക്കാതിരിക്കാൻ നല്ലതെന്ന് പറയുന്നു. കാരണം അത് കഴിച്ച് അവർ കിടന്നുറങ്ങിയാൽ പിറ്റേന്ന് ഒരു പഠിച്ചൊന്നും ഒരു ഓർമ്മ ഉണ്ടാവും. ഷുഗറിന് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ തലച്ചോറിന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തലച്ചോറിനും നമ്മളോട് ഒരു ദേഷ്യവും ഒരു പിണക്കും ഒരു കളിയൊക്കെ വരും കേട്ടോ. ഷുഗർ നിർത്തി കഴിയുമ്പോൾ അത് കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം ഉണ്ടാവും വിഡ്രോവൽ സിൻഡ്രോം, പിന്നെ അങ്ങ് മാറി. പിന്നെ പറഞ്ഞല്ല, എന്താ ഒരുപാട് സാധനങ്ങൾ, ബിസ്ക്കറ്റ്, കോഫി, സെവനപ്പ്, അങ്ങനെ എല്ലാവിധം, കേക്ക്, ഇതെല്ലാം അങ്ങനെ ഒരുപാട് സാധനങ്ങള് നമ്മള് വർജിക്കുക തന്നെ വേണം. അതൊരു മാസം മതിട്ടോ. അതിപ്പോ നമ്മള് ഈ വൈദ്യന്മാരെ മരുന്ന് കുടിക്കുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല മഞ്ഞപ്പിത്തം വന്നാൽ അങ്ങനത്തെ പല കാരണത്തിലും നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാതെ നിൽക്കുമല്ലോ. അതുപോലെ ഒന്ന് വിചാരിച്ച് വെറും ജസ്റ്റ് ഒരു മാസം നിന്നാൽ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും. എന്നാൽ നമുക്കൊരു ആത്മവിശ്വാസം വരും അല്ലെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിച്ചാൽ പിന്നെയും തോന്നും ഇങ്ങനത്തെ തിരക്കൊന്നും ഇല്ലാത്തപ്പോ ഒരു മാസം കൂടി ഇതുപോലെ ഷുഗർ കട്ട് ഡയറ്റ് എടുത്താലോ എന്ന് തോന്നിപ്പോവും അല്ലെ. പിന്നെ ഈ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ നിർത്തുമ്പോൾ ഉണ്ടാകുന്നത് ഒരു എനർജി കുറഞ്ഞ 3-4 ദിവസം കേട്ടോ, ഒരു എനർജി കുറഞ്ഞ പോലെ, ക്ഷീണം, തലവേദന, മനസ്സിന് അസ്വസ്ഥത, അതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഷുഗർ കഴിക്കാണ്ട് നിന്നിട്ടുള്ള നമ്മളെ ബ്രെയിനിന്റെ പലതുമാണ്. അങ്ങനെ കഴിച്ചു കിട്ടിയാലോ അല്ലേ, ബ്രെയിൻ കഴിച്ചു കിട്ടിയ ബ്രെയിൻ അതാണല്ലോ നല്ല, ബ്രെയിന് മയങ്ങി കിടക്കാലോ അല്ലെ. അതായത് പരീക്ഷക്കൊക്കെ പഠിക്കാനുള്ള കുട്ടികൾക്ക് തലേദിവസം രാത്രിയിലൊന്നും, നാളെ പരീക്ഷ ആണെങ്കിൽ ഇന്ന് രാത്രിയൊന്നും ഒരുപാട് സ്വീറ്റ്സോ അങ്ങനെ ബേക്കറീസ് ഐറ്റംസ് ഇതൊന്നും കൊടുക്കരുതെന്ന് പറയുന്നതിന്റെ കാരണവും ഇതാണ്.
പിന്നെ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഷുഗർ പറ്റാഞ്ഞാൽ ശർക്കര ആകാമോ? ശർക്കര നാച്ചുറൽ അല്ലേ എന്നല്ലേ നമുക്കെല്ലാം തോന്നുന്ന ഒരു സംശയമാണ് അല്ലെ. അതായത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ടു ഗുഡ്, ഇത് വളരെ നല്ലതാണ്. ഇറ്റ് ഈസ് എക്സ്ട്രാക്ട് ഫ്രം കരിമ്പിൽ നിന്ന് തന്നെയാണ് പഞ്ചസാരയും എന്തോ എടുക്കുന്നത്, മറ്റേ ശർക്കര ഉണ്ടാക്കുന്നതിൽ. അതിൽ ശർക്കരയുടെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കുറെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ആകെ 1% ഫാറ്റേ ഉള്ളൂ, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലിമിറ്റഡ് ഒരുപാട് ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ട് നോക്കുമ്പോൾ വളരെ നല്ല, കമ്പാരിറ്റീവ്ലി പിന്നെ പഞ്ചസാരക്കാൾ നല്ലത് ശർക്കരനെ. നല്ലതാണെങ്കിൽ പോലും ഇത് അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഒരുപാടൊന്നും യൂസ് ചെയ്യാതിരിക്കുക നല്ല. മാത്രമല്ല ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന ശർക്കര ഒന്നും അത്ര നല്ലതാണെന്ന് പറഞ്ഞൂടാ. കാരണം ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടാല് വളരെ മോശം. പിന്നെ മറ്റേതുണ്ട് തോന്നില്ലേ, മറ്റേ എന്താണ്, പിന്നെ വേറൊരു തരം ശർക്കര ഉണ്ടല്ലോ, എന്റെ പേരെന്താ ഞാൻ മറന്നുപോയി, അത് നല്ലതാണെന്ന് പറയപ്പെടുന്നതിന് നല്ല വിലയുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചായയിലോ മധുരത്തിന് പകരം. പക്ഷെ അത് ഈ ഷുഗർ കട്ട് ഉള്ളപ്പോഴല്ല കേട്ടോ, ഞാൻ കമ്പാരിറ്റീവ്ലി പറഞ്ഞെന്ന് മാത്രം. ഷുഗർ കട്ടിൽ ഈ ഇതും പറ്റും, ശർക്കരയും പറ്റൂല. കാരണം ഷുഗർ മൊത്തത്തിൽ കട്ടാണല്ലോ, അപ്പൊ അതില് പിന്നെ ശർക്കരയും പറ്റൂല. പിന്നെ ഈ ഇതിപ്പോ സാധാരണക്കാർക്ക് ഈ പിന്നെ ഈ ഡയറ്റ് ഇല്ലാത്തപ്പം കുടിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് ഡയറ്റ് സമയത്ത് ഇത് പാടില്ല. പിന്നെ ഷുഗർ പേഷ്യൻസ് തന്നെ ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും കഴിക്കാനും മെനക്കെടണ്ട. കാരണം അത് അത്രക്ക് പിന്നെ നല്ലതൊന്നല്ല. ഷുഗറിന് കുറച്ച് കുറവുണ്ട് എന്ന് മാത്രം. ഒരുപാടൊന്നും പിന്നെ ശർക്കര കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡയറ്റിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. വേറെ ഒരു കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് സംസാരിക്കാനുണ്ട്.